ഹായ് കൂട്ടുകാരെ, ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പടവലങ്ങയും അതുപോലെ തന്നെ തക്കാളിയും ചേർത്തിട്ടുള്ള നല്ലൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന കറി പടവലങ്ങയും അതുപോലെ തന്നെ തക്കാളി ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു ഒഴിച്ചുകറിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു ഹെൽത്തി ഡയറ്റ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു 9 എപ്പിസോഡ് വരെ എത്തിയിട്ടുണ്ട്. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം. എങ്ങനെയാണ് ഈ പടവലങ്ങ അതുപോലെ തന്നെ തക്കാളി കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പടവലങ്ങ കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ഞാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം പടവലങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു പടവലങ്ങയുടെ പകുതി, ചെറിയ പടവലങ്ങയുടെ പകുതിയാണ് കേട്ടോ. അതുപോലെ തന്നെ 2 തക്കാളി നടുകെ കീറിയതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കാൻ പോകുന്നത് ഉള്ളി ഒരു 8 ഉള്ളിയോളം ഉണ്ട്. അതുപോലെ തന്നെ ഒരു പകുതി സവാളയുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 3-4 അല്ലി വെളുത്തുള്ളി നടുകെ കീറിയതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളക് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു തുള്ളി വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം, ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് ഗ്യാസ് ഓൺ ചെയ്തിട്ട് വേവിച്ചെടുക്കാം. മൂടി വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഇതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 കൈപ്പിടിയോളം നാളികേരമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരല്പം പെരുംജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം പെരുംജീരകം മാത്രമാണ്, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊരു ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിതിനെ അരച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് നോക്കാം എങ്ങനെയുണ്ട് വെന്തോ എന്നുള്ളത്. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അരപ്പ് ചേർക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ തീ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാൻ. കാരണം നാളികേരം നമ്മൾ അരച്ചത് പെട്ടെന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തീ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിനെ ഒന്ന് പതഞ്ഞ് വരുന്ന ഒരു ഇതിലാണ് കേട്ടോ നമ്മളിത് ഓഫ് ചെയ്യേണ്ടത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് താളിപ്പ് തയ്യാറാക്കി ഒഴിക്കാം കേട്ടോ. നല്ല രുചിയുള്ളൊരു കറിയാണ് കേട്ടോ അത്. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ ഒന്ന് ചെറുതായിട്ട് പതഞ്ഞ് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള താളിപ്പ് തയ്യാറാക്കാം. താളിപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞതാണ്, ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉള്ളി ഒന്ന് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയുടെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു വറ്റൽമുളക് നടുകെ കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 2 കറിവേപ്പില കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊരു ഗോൾഡൻ നിറമാവുന്ന സമയത്ത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മുടെ താളിപ്പൊക്കെ ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ ഇത് നമുക്ക് ഇളക്കി യോജിപ്പിക്കരുത് കേട്ടോ. ഒന്ന് മൂടി വയ്ക്കാം. എന്നിട്ടൊരു 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള പടവലങ്ങ തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ ഒരു ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സൂപ്പർ ഒരു കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുതേ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പികളുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.